ദ സിഗ്നേച്ചർ ഓഫ് ലവ് മീര ഭാഗം 33. സർ, കട്ടപ്പന എത്തി. ഇനി എങ്ങോട്ടാ? വാഹനം സ്ലോ ആക്കിക്കൊണ്ട് ഡ്രൈവർ ചോദിച്ചു. അമൽ തിരിഞ്ഞ് ഡാനിയെ നോക്കി. ഡാനി, നിങ്ങളെ സഹായിക്കാമെന്ന് ഞാൻ നേർച്ച നടന്നതാ. അതുകൊണ്ട് ഈ ചേട്ടൻ തിരിച്ചു പോയിക്കോട്ടെ. ഇനി അങ്ങോട്ട് നിങ്ങളുടെ സാരഥി ഞാനായിരിക്കും. അതിന് വിരോധമൊന്നുമില്ലല്ലോ അല്ലേ? അമൽ, ഞങ്ങൾ മാനേജ് ചെയ്തോളാം. നിനക്ക് ബിസിനസ്സിൻ്റെ തിരക്കുകൾ ഉള്ളതല്ലേ? അവനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന കരുതലോടെ ഡാനി ചോദിച്ചു. എൻ്റെ പൊന്നു ഡാനി, ദാ ആ കാണുന്നതാണ് എൻ്റെ സാനിറ്ററി ഷോപ്പ്. ഞാനില്ലെങ്കിലും കാര്യങ്ങളെല്ലാം പപ്പ നോക്കിക്കോളും. അതുകൊണ്ട് ഡോണ്ട് വറി അബൌട്ട് മീ. റോഡരികിലെ കട ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അമൽ പറഞ്ഞു. അത് മാത്രമല്ല അമൽ, ഞങ്ങൾ കുറച്ച് ദിവസം ഇവിടെ കാണും. അപ്പോൾ ഞങ്ങളുടെ താമസവും ഭക്ഷണവുമൊക്കെ നിനക്കൊരു ബുദ്ധിമുട്ടാകില്ലേ? ഡാനി തൻ്റെ ആശങ്ക പങ്കുവച്ചു. നിങ്ങൾക്കിവിടെ എന്തായാലും ഒരു സഹായി ആവശ്യമാണ്. അതിപ്പോൾ ഞാനല്ലെങ്കിൽ മറ്റൊരാൾ. ഒരു വെള്ളക്കാരനെ സേവിച്ചതിൻ്റെ പുണ്യം എനിക്കിരിക്കട്ടെ. താമസവും ഭക്ഷണവും ബാക്കി കാര്യങ്ങളും എല്ലാം നമുക്ക് സെറ്റാക്കാം. നോ പ്രോബ്ലം. യാത്ര പറഞ്ഞു പോകുന്ന ടാക്സി ഡ്രൈവറെ കൈവീശി യാത്രയാക്കുമ്പോൾ അമലിൻ്റെ മുഖത്ത് പുതിയൊരു ആത്മവിശ്വാസം നിറഞ്ഞു നിന്നിരുന്നു. എന്തായാലും നമുക്കാദ്യം വീട്ടിലേക്ക് പോകാം. ആഹാരമൊക്കെ കഴിച്ച് ഒന്ന് ഫ്രഷായി കഴിയുമ്പോൾ ഈ ക്ഷീണമൊക്കെ പമ്പ കിടക്കും. അപ്പോൾ പിന്നെ നമുക്കങ്ങ് നീങ്ങിയാലോ? അമൽ ആവേശത്തോടെ ചോദിച്ചു. ഡാനി സമ്മതമെന്നോണം തലയാട്ടി. സത്യത്തിൽ എല്ലാവരും വല്ലാതെ തളർന്നിരുന്നു. ഹൈറേഞ്ചിലെ മലനിരകൾക്കിടയിലൂടെയുള്ള ആ യാത്ര കാഴ്ചയ്ക്ക് സുന്ദരമാണെങ്കിലും അത്ര സുഖകരമായിരുന്നില്ല. വിദേശത്തെ റോഡുകളിലും വളവുകളും തിരിവുകളും ഒക്കെയുണ്ട്. പക്ഷേ അവിടുത്തെ യാത്രകൾ ഇത്ര ക്ലേശകരമല്ല. അമൽ പെട്ടെന്ന് തന്നെ തൻ്റെ കാറുമായി അവരുടെ മുന്നിലെത്തി. കണ്ടാൽ പറയില്ലെങ്കിലും നിങ്ങൾ വലിയ പണക്കാരനാണെന്ന് തോന്നുന്നല്ലോ. അവൻ്റെ കാറിലേക്ക് നോക്കി അതിശയത്തോടെ അമേലിയ ചോദിച്ചു. ആരോടും പറയണ്ട, ഞാൻ വലിയൊരു കോടീശ്വരനാ. ആരെങ്കിലും അറിഞ്ഞാൽ കണ്ണുവെക്കും. അതുകൊണ്ട് ഞാനത് രഹസ്യമാക്കി വെച്ചിരിക്കുന്നതാ. അമൽ തമാശ പൊട്ടിച്ച് ഉച്ചത്തിൽ ചിരിച്ചു. അവൻ്റെ ആ നിഷ്കളങ്കമായ ചിരിയിൽ മറ്റുള്ളവരും പങ്കുചേർന്നതോടെ യാത്ര വീണ്ടും സന്തോഷകരമായി മുന്നോട്ട് നീങ്ങി. ഇനി ഒരുപാട് ദൂരമുണ്ടോ? അമേലിയ തിരക്കി. ഇനിയൊരു 100 കിലോമീറ്റർ കൂടി. എന്തേ, അപ്പോഴേക്ക് ക്ഷീണിച്ചോ? നാക്കിൻ്റെ ആ കപ്പാസിറ്റി ഒന്നും ശരീരത്തിനില്ലല്ലോ. അമേലിയയെ കളിയാക്കിക്കൊണ്ട് അമൽ മറുപടി നൽകി. അതോടൊപ്പം ഡാനിയെ നോക്കി ഒന്ന് കണ്ണിറക്കി കാണിക്കാനും അവൻ മറന്നില്ല. 100 കിലോമീറ്ററോ? അമേലിയ ഞെട്ടലോടെ ചോദിച്ചു. അവൾ പിന്നിലെ സീറ്റിൽ നിന്നും തല മുന്നോട്ട് ചായച്ച് ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന അമലിനോട് രഹസ്യമായി ചോദിച്ചു. ആരോടും പറയില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. എനിക്കിപ്പോഴേ നല്ലോണം മടുത്തു. നമുക്ക് ഇന്ന് എവിടെയെങ്കിലും താമസിച്ചിട്ട് നാളെ പോയാൽ പോരെ? കാര്യങ്ങൾ തീർക്കാൻ എത്ര ദിവസമുണ്ടെന്നാ പറഞ്ഞത്? ഇങ്ങനെ വിശ്രമിച്ചാൽ സമയം പോകുന്നതറിയില്ല. അതുകൊണ്ട് ഇപ്പോൾ വിശ്രമിക്കാൻ സമയമില്ല. വെറും 100 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. ഒന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും നമ്മളെത്തും. കൊച്ചു ചാച്ചിക്കോ കേട്ടോ? അമൽ തമാശ രൂപേണ പറഞ്ഞു. അത് കേട്ടതും ഒരുതരം തളർച്ചയോടെ അമേലിയ സീറ്റിലേക്ക് ചാരിക്കിടന്ന് കണ്ണുകൾ അടച്ചു. അമൽ കള്ളച്ചിരിയോടെ ഡാനിയെ നോക്കി. അവൾ ആദ്യമായിട്ടാണ് ഇത്ര ദൂരം യാത്ര ചെയ്യുന്നത്. മകളെ വാത്സല്യത്തോടെ നോക്കിക്കൊണ്ട് ഡാനി പറഞ്ഞു. അമൽ മെറിയുടെ നേരെ തിരിഞ്ഞു. മെറി, തനിക്ക് ക്ഷീണമൊന്നുമില്ലേ? എന്തെങ്കിലും ഒന്ന് പറയടോ. താൻ സംസാരിക്കുന്നത് ഞാൻ ഇതുവരെ കേട്ടില്ലല്ലോ. അമേലിയുടെ മുടിയിൽ തലോടിക്കൊണ്ട് മെറി മെല്ലെ ചിരിച്ചു. അതിന് എനിക്ക് ഗ്യാപ്പ് കിട്ടണ്ടേ? നിങ്ങൾ രണ്ടുപേരും കൂടി നിർത്താതെ സംസാരിച്ചിരിക്കുകയായിരുന്നല്ലോ. പിന്നെ ഇവളെപ്പോലെ വാതോരാസ് സംസാരിക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഞാൻ പണ്ടേ കുറച്ച് സ്ലോയാണ്. ഓ സോറി മെറി. എല്ലാവരും പറയാറുണ്ട് ഞാനൊരു വായാടിയാണെന്ന്. നിനക്കും അങ്ങനെ തന്നെ തോന്നിയല്ലേ? ഇനി സംസാരിക്കാൻ ഞാൻ നിനക്ക് ഗ്യാപ്പ് തരാം, അമൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ വാഹനം മുന്നോട്ട് നീങ്ങുമ്പോൾ അമലിൻ്റെ മനസ്സ് നിറയെ അമേലിയായിരുന്നു. എത്ര പെട്ടെന്നാണ് അവൾ തനിക്ക് പ്രിയപ്പെട്ടവളായി മാറിയത്. ഏക മകനായി വളർന്നതുകൊണ്ട് ഒരു സഹോദരനെയോ സഹോദരിയെയോ താൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ആ ശൂന്യതയിലേക്കാണ് അമേലിയ വന്നത്. അവളുടെ കുറുമ്പുകളെല്ലാം ഒരു ജ്യേഷ്ഠൻ്റെ കരുതലോടെ താൻ ആസ്വദിക്കുകയായിരുന്നു. വഴിയുടെ ഇരുവശത്തും പടർന്നു നിൽക്കുന്ന ചെടികളിലേക്ക് വിരൽ ചൂണ്ടി അമൽ ചോദിച്ചു. ദാ ആ കാണുന്നത് എന്താണെന്നറിയാമോ? ഡാനി ആകാംക്ഷയോടെ അമലിനെ നോക്കി. എടോ, താൻ ഉറങ്ങിയില്ലെങ്കിൽ പുറത്തെ കാഴ്ചയിലേക്കൊന്നും നോക്ക്, ഞാൻ വിശദീകരിച്ചു തരാം. പുറകിലേക്ക് നോക്കാതെ തന്നെ അമൽ വിളിച്ചു പറഞ്ഞു. കേട്ടപാടെ അമേലി ആകാംക്ഷയോടെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി.
മനം കുളിർപ്പിക്കുന്ന കാഴ്ചയായിരുന്നു പുറത്ത്. പച്ചപ്പ് പുതച്ചു നിൽക്കുന്ന മനോഹരമായ തോട്ടത്തിന് നടുവിലൂടെയായിരുന്നു അവരുടെ യാത്ര. ഇടയ്ക്കിടെ തണൽ വിരിച്ചു നിൽക്കുന്ന വൻമരങ്ങളും കൊച്ചു വീടുകളും കടന്നുപോയിക്കൊണ്ടേയിരുന്നു. നമ്മളിപ്പോൾ ഒരു ഏലത്തോട്ടത്തിലൂടെയാണ് പോകുന്നത്, അമൽ വിശദീകരിച്ചു. ഈ വലിയ മരത്തിന്റെ മുകളിലാണോ ഏലക്ക ഉണ്ടാകുന്നത്? അടുത്ത് കണ്ട ഒരു കൂറ്റൻ മരത്തിലേക്ക് വിരൽ ചൂണ്ടി അമേലി നിഷ്കളങ്കമായി ചോദിച്ചു. അയ്യേ, അതൊരു ഓക്കുമരമാണ്. മണ്ടി, ഇതുപോലും അറിയില്ലേ? അമൽ വീണ്ടും അവളെ കളിയാക്കി. ദാ ആ ചെടി പോലെ പടർന്നു നിൽക്കുന്നത് കണ്ടോ? അതാണ് ഏലം. അതിൻ്റെ ചുവട്ടിൽ പൂക്കൾ വിരിയുന്ന ഭാഗത്താണ് ഏലക്ക ഉണ്ടാകുന്നത്. അവർക്ക് ആ കാഴ്ചകളെല്ലാം തികച്ചും പുതിയതായിരുന്നു. പുറത്തെ നേരിയ തണുപ്പേറ്റുവാങ്ങി കണ്ണുകൾ വിടർത്തി അമേലിയ ആ ദൃശ്യങ്ങൾ ആസ്വദിച്ചു. മെറിയും ആ പ്രകൃതി ഭംഗിയിൽ അലിഞ്ഞു ചേർന്നു. എന്നാൽ ഡാനി മാത്രം ഏതോ പഴയ ഓർമ്മകളിൽ എന്ന പോലെ മറ്റൊരു ലോകത്തായിരുന്നു. 10 മിനിറ്റോളം ആ കാട്ടുപാതയിലൂടെ മുന്നോട്ട് പോയപ്പോൾ അവർ ഒരു വലിയ ഗേറ്റിന് മുന്നിലെത്തി. അത് കണ്ടതും അമേലിയ സംശയത്തോടെ അമലിനെ നോക്കി. അമൽ, താൻ ഞങ്ങളെ തട്ടിക്കൊണ്ടു വന്നതാണോ? ഈ കാടിനുള്ളിൽ ഇങ്ങനൊരു കോട്ടയോ? പണ്ട് വായിച്ച ഏതൊക്കെയോ പ്രേത നോവലിലെ ഭവനം പോലെ. എത്ര വലുതാണിത്! സത്യം പറ, താൻ വല്ല ഡ്രാക്കുളയുമാണോ? ഛേ, നശിപ്പിച്ചു. താനെല്ലാം കണ്ടുപിടിച്ചു കഴിഞ്ഞല്ലോ. എന്നാൽ ഇനിയൊന്നും ഒളിച്ചു വയ്ക്കുന്നില്ല. അതെ, ഞാൻ തന്നെയാണ് ഡ്രാക്കുള പ്രഭു. അമൽ ഗൗരവം നടിച്ചു. ഞാനൊരു പ്രേതമാണെന്ന് ഇത്ര നേരമായിട്ട് നിനക്ക് മനസ്സിലായില്ലല്ലോ. കഷ്ടം. എന്തായാലും ഇത്ര ദൂരം വന്നതല്ലേ, എൻ്റെ വക ഒരു ഗ്ലാസ് ചോരയൊക്കെ കുടിച്ചിട്ട് നമുക്ക് യാത്ര തുടരാം. വാഹനം നിർത്തിക്കൊണ്ട് പുഞ്ചിരിയോടെ അമേലിയ ഇരുന്ന വശത്തെ ഡോർ തുറന്നു കൊടുത്തുകൊണ്ട് അമൽ അവളെ പുറത്തേക്ക് ക്ഷണിച്ചു. അവരുടെ ആ തമാശകൾ കേട്ടിരുന്ന ഡാനിയും മെറിയും അറിയാതെ ചിരിച്ചുപോയി. പെട്ടെന്ന് ആ വലിയ വീടിന്റെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് എല്ലാവരുടെയും കണ്ണുകൾ അവിടേക്ക് പാഞ്ഞു. അവിടെ പുഞ്ചിരിയോടെ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ രൂപം കണ്ടപ്പോൾ അമേലിയ സംശയത്തോടെ അമലിനെ നോക്കി. ഇത് അടുത്ത പ്രേതം, എൻ്റെ ഭാര്യ ഡയാന. അവളും ചോരയെ കുടിക്കൂ. ഇന്നത്തെ ഭക്ഷണം ഗംഭീരമായിരിക്കും. 3 വെള്ളക്കാരുടെ ചോര. ആഹാ, എത്ര മനോഹരം! വല്ലാത്തൊരു ഭാവത്തിൽ ചുണ്ട് നക്കി തുടിച്ചുകൊണ്ട് അമൽ പറഞ്ഞു. അവൻ ഡയാനയ്ക്ക് നേരെ തിരിഞ്ഞു. എടോ ഭാര്യയെ, അവിടെ പന്തം കണ്ട പരിച്ചാഴിയെ പോലെ നിൽക്കാതെ ഇതൊക്കെ എടുത്ത് അകത്തേക്ക് വെക്കാനൊന്ന് സഹായിക്കുക. എന്തായാലും ഇംഗ്ലണ്ട് വരെ പോയതല്ലേ, കുറച്ച് ഇംഗ്ലീഷ് പ്രേതങ്ങളെ കൂടി ഇങ്ങോട്ട് കൊണ്ടുപോന്നു. അമൽ തമാശ രൂപേണ ഇംഗ്ലീഷിൽ തന്നെ അവളോട് പറഞ്ഞു. അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം പൂർണ്ണമായി മനസ്സിലായില്ലെങ്കിലും മനോഹരമായ ഒരു പുഞ്ചിരിയോടെ അവൾ മുന്നോട്ട് വന്ന് അമേലിയയ്ക്ക് നേരെ കൈനീട്ടി. അപ്പോഴാണ് അമേലിയയെ കൂടാതെ മറ്റു 2 പേർ കൂടി കാറിലുള്ളത് അവൾ ശ്രദ്ധിച്ചത്. വീട്ടിലേക്ക് സ്വാഗതം, എല്ലാവരും പുറത്തേക്ക് വരൂ, അവൾ വിനയത്തോടെ ക്ഷണിച്ചു. അമൽ തന്നെ കബളിപ്പിച്ചതാണെന്ന് മനസ്സിലാക്കിയ അമേലിയ കണ്ണുകൾ കൂർപ്പിച്ച് അവനെ നോക്കി. ഇതാണോ നിന്റെ 100 കിലോമീറ്റർ? അമൽ ഒരു തമാശക്കാരൻ്റെ ഭാവത്തിൽ അവളെ നോക്കി ഇളിച്ചു കാണിച്ചു. ഡയാന, ഇത് മിസ്റ്റർ ഡാനി, ഇത് മെറി, പിന്നെ ഈ കാന്താരിക്കുട്ടി, ഇവൾ എൻ്റെ അനുജത്തിയാ അമേലിയ. അവൻ എല്ലാവരെയും ഭാര്യയ്ക്ക് പരിചയപ്പെടുത്തി. ആരാ മോളെ അവിടെ? വീടിനുള്ളിൽ നിന്നും ഒരു പുരുഷ ശബ്ദം മുഴങ്ങി. എല്ലാവരും ആകാംക്ഷയോടെ ആ ഭാഗത്തേക്ക് നോക്കി. ഇത് ഡാഡിയുടെ പൊന്നു മോനാ? പോയതുപോലെ അല്ല ഡാഡി, വരുമ്പോൾ ഡാഡിക്ക് ഒരു മകളെയും കൊണ്ടാണ് അവൻ വന്നിരിക്കുന്നത്. ഡയാന എല്ലാവരെയും നോക്കി കണ്ണുറുക്കിക്കൊണ്ട് അകത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു. ആഹാ, അത് കൊള്ളാമല്ലോ. പണിയെടുക്കാതെ തന്നെ അങ്ങനെ ഒരു കാര്യം കൂടി നടന്നു. അകത്തു നിന്നും വാത്സല്യം നിറഞ്ഞ ആ ശബ്ദം വീണ്ടും മുഴങ്ങി. എടി, നീ ഇങ്ങോട്ട് വന്നേ, നിന്റെ മകൻ നിനക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു പൊന്നുമോൾ. അദ്ദേഹം അല്പം ഉറക്കെ വിളിച്ചു പറയുന്നത് കേട്ടപ്പോൾ അവിടെ മറ്റൊരാൾ കൂടിയുണ്ടെന്ന് എല്ലാവർക്കും ഉറപ്പായി. വാ, നമുക്ക് അകത്തേക്ക് പോകാം. അമ്മച്ചി എഴുന്നേറ്റ് വരാൻ ഇച്ചിരി താമസമുണ്ട്. നമുക്ക് ആദ്യം ഒന്ന് ഫ്രഷാകാം, ബാക്കി വിശേഷങ്ങൾ പിന്നെ സംസാരിക്കാം. ബാഗുകൾ കയ്യിലെടുത്ത് അമൽ മുന്നോട്ട് നടന്നു. ഡാനിക്ക് താൻ വേറെ ഏതോ ലോകത്തെത്തിയത് പോലെയാണ് തോന്നിയത്. മീരയെപ്പോലെ സ്നേഹമുള്ള വേറെയും ഒരുപാട് മനുഷ്യർ, യാതൊരു പരിചയവുമില്ലാത്ത തങ്ങളെ ഇത്രയും ഹൃദ്യമായി അവർ സ്വീകരിക്കുന്നത് ഡാനിയെ അത്ഭുതപ്പെടുത്തി. കാലങ്ങളായി പരിചയമുള്ള ഒരു ബന്ധുവിനെ സ്വീകരിക്കുന്ന ആത്മബന്ധമായിരുന്നു ആ സ്വീകരണത്തിൽ. ഡയാന, ഗസ്റ്റ് റൂം റെഡിയാണോ? അമൽ തിരക്കി. ഇച്ചായൻ പറഞ്ഞപ്പോൾ തന്നെ ഞാനെല്ലാം റെഡിയാക്കിയിരുന്നു. ഡയാനയുടെ ആ മറുപടി കേട്ടപ്പോഴാണ് തങ്ങൾ അറിയാതെ തന്നെ അമൽ എല്ലാം മുൻകൂട്ടി ഒരുക്കിയിരുന്ന കാര്യം അവർ തിരിച്ചറിഞ്ഞത്. അവർ അത്ഭുതത്തോടെ അവനെ നോക്കി. നോക്കണ്ട, ഒന്നും ഫ്രീ അല്ല, നല്ല കഴുത്തറക്കുന്ന വാടക ഞാൻ വാങ്ങിക്കും, അതും ചൂട് ചോരയായി തന്നെ.
അമേലിയെ കടിക്കാനഞ്ഞുകൊണ്ട് അമൽ വീണ്ടും തമാശ പറഞ്ഞു. എൻ്റെ ഇച്ചായ, ഇപ്പോഴും കുട്ടിക്കളി മാറിയിട്ടില്ലേ? ആ കുഞ്ഞിനെ വെറുതെ പേടിപ്പിക്കാതെ അവരെ ഒന്ന് സെറ്റാക്കാൻ നോക്ക്, ഡയാന അമലിനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു. അമൽ ചിരിച്ചുകൊണ്ട് ഡയാനെ നോക്കി. നീ ഇവർക്ക് മുറി കാണിച്ചു കൊടുത്തേ, ഞാൻ എൻ്റെ അനുജത്തിക്കുട്ടിയെ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തിട്ട് വരാം. ആരുടെയും അനുവാദത്തിന് കാത്തു നിൽക്കാതെ അമൽ അമേലിയെയും കൂട്ടിക്കൊണ്ട് അടുത്ത മുറിയിലേക്ക് നടന്നു. കട്ടിലിൽ ശാന്തമായി കിടന്നിറങ്ങുന്ന ആ സ്ത്രീയെ അമൽ മെല്ലെ തട്ടി വിളിച്ചു. കൊച്ചിതുവരെ എഴുന്നേറ്റില്ലേ? എന്തൊരു ഉറക്കമായത്! ഒന്ന് കണ്ണു തുറന്നു നോക്കിക്കേ, എൻ്റെ കൂടെ ആരാ വന്നിരിക്കുന്നതെന്ന്. അവൻ്റെ വാക്കുകൾ കേട്ട് അവർ പതുക്കെ കണ്ണുകൾ തുറന്നു. അമലിനെ ഒന്ന് സംശയത്തോടെ നോക്കിയ ശേഷം അവരുടെ നോട്ടം അമേലിയുടെ മുഖത്തു തറഞ്ഞു നിന്നു. മോളെ, ഈ ചെക്കൻ ഏതാ? ശാന്തമെങ്കിലും തീക്ഷ്ണമായ ഒരു നോട്ടത്തോടെ അവർ അമേലിയോട് ചോദിച്ചു. അവർ ചോദിച്ചത് മനസ്സിലാകാതെ അമേലി അമലിനെ നോക്കി. എന്താ അവർ ചോദിച്ചത്? നീ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന ഈ ചെറുക്കൻ ഏതാണെന്നാണ് മമ്മി ചോദിക്കുന്നത്. അമൽ അത് പറഞ്ഞു പൊട്ടിച്ചിരിച്ചു. ഇവിടിപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ അമേലി അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കി. അമലിൻ്റെ ചിരി പതുക്കെ മാഞ്ഞു. അവൻ വാത്സല്യത്തോടെ അമേലിയെ നോക്കി. എൻ്റെ അമേലിയെ കുട്ടി, ഇതെൻ്റെ അമ്മ എലിസബത്ത്. കുറേ വർഷമായി അമ്മ ഇങ്ങനെയാണ്. അമ്മയ്ക്ക് ഒരു കൊച്ചു രോഗമുണ്ട്, ഡിമെൻഷ്യ എന്നാണ് അതിനെ വിളിക്കുന്നത്. ചില സമയങ്ങളിൽ ചുറ്റുമുള്ളവരെയൊന്നും അമ്മ തിരിച്ചറിയില്ല. ഞാൻ കുറച്ച് ദിവസം മാറി നിന്നപ്പോൾ മമ്മി എന്നെയും മറന്നുപോയി. ഇവിടിപ്പോൾ നീയാണ് മമ്മിയുടെ മകൾ, ഞാൻ എവിടെ നിന്നോ വന്ന ഒരന്യനും. അമൽ അത് പറഞ്ഞു നിർത്തുമ്പോൾ അവൻ്റെ ശബ്ദം ഇടറുന്നത് അമേലി വേദനയോടെ ശ്രദ്ധിച്ചു. അമ്മുക്കുട്ടി, എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ, ഇത് ഞാനാ അമൽ. ഞാൻ വലിയൊരു യാത്രയ്ക്ക് പോയതായിരുന്നു. അവിടെ നിന്ന് എനിക്ക് കിട്ടിയതാ ഇവരെയൊക്കെ. ഇവൾ തനിച്ചല്ല, ഇവളെപ്പോലെ തന്നെ മറ്റൊരു സുന്ദരിക്കുട്ടിയും അതോടൊപ്പം അവളുടെ ഡാഡിയും. എഴുന്നേറ്റ് വാ, നമുക്കൊന്ന് ഫ്രഷായി അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. ആദ്യത്തെ സങ്കടമെല്ലാം മാറ്റിവെച്ച് അമൽ അമ്മയെ താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ആ സമയം ഡയാന ആ മുറിയിലേക്ക് വന്നു. ആഹാ, അമ്മച്ചി എഴുന്നേറ്റോ? ഞാൻ വന്നു നോക്കിയപ്പോൾ നല്ല ഉറക്കമായിരുന്നു, അതാ വിളിക്കാതിരുന്നത്. അവൾ വാത്സല്യത്തോടെ ആ സ്ത്രീയുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ഞാനിപ്പോൾ വിളിച്ചെഴുന്നേൽപ്പിച്ചതാ, പക്ഷേ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല, അമൽ സങ്കടത്തോടെ പറഞ്ഞു. അവൻ്റെ സങ്കടം കണ്ട് ഡയാന അവനെ ചേർത്ത് പിടിച്ചു. ഇതെന്താ കൊച്ചു പിള്ളേരെ പോലെ? എത്ര ദിവസമായി ഇച്ചായൻ ഇവിടെ നിന്ന് പോയിട്ട്? അതുകൊണ്ടുള്ള പരിഭവമാ. ഇച്ചായൻ പോയി കുളിച്ച് റെഡിയായി വാ, ഇത്രയും വലിയ യാത്ര കഴിഞ്ഞതല്ലേ. ഒന്ന് കുളിച്ച് വിശ്രമിക്കുമ്പോൾ ആ ക്ഷീണമൊക്കെ മാറും. അപ്പോഴേക്കും ഞാൻ അമ്മച്ചി ഒന്ന് റെഡിയാക്കാം. ഡയാന അമ്മയിലേക്ക് നേരെ തിരിഞ്ഞു. മോളെ, മുകളിലേക്ക് പൊയ്ക്കോളൂ കേട്ടോ. സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ ഇടതുവശത്തുള്ള മുറിയാണ് നിങ്ങൾ രണ്ടുപേർക്കും വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. നേരെ ഓപ്പോസിറ്റുള്ള മുറി മോളുടെ ഡാഡിക്കാണ്. വാത്സല്യത്തോടെ അമേലിയുടെ മുടിയിടകളിൽ തലോടിക്കൊണ്ട് ഡയാന പറഞ്ഞു. ആ പിള്ളേർ രണ്ടുപേരും ആ മനുഷ്യൻ്റെതാണോ? കണ്ടാൽ അത്ര പ്രായം തോന്നിക്കില്ലല്ലോ. കുറച്ച് നേരത്തിന് ശേഷം ഡയാന അമേലിനോട് സ്വകാര്യം ചോദിച്ചു. ഏയ്, അമേലിയ ഡാനിയുടെ മകളാണ്, മറ്റേയാൾ അവളുടെ സുഹൃത്തും. വലിയ കഥയാടോ, അതൊക്കെ നമുക്ക് പിന്നെ പറയാം. അത് പറഞ്ഞുകൊണ്ട് അവൻ കുളിക്കാനായി മുറിയിലേക്ക് നടന്നു. കുറച്ച് സമയത്തിന് ശേഷം എല്ലാവരും ഡൈനിങ് ഹാളിലെത്തി. നിങ്ങൾ സാധാരണ എന്ത് ഭക്ഷണമാണ് കഴിക്കാറുള്ളത്? നിങ്ങളുടെ ഭക്ഷണ രീതികളെക്കുറിച്ച് എനിക്കത്ര അറിവില്ല, എല്ലാവരോടുമായി ഡയാന ശാന്തമായി ചോദിച്ചു. ഡയാന, ഞാൻ എല്ലാ ഭക്ഷണവും കഴിക്കും, ഇന്ത്യൻ ഭക്ഷണമാണ് എൻ്റെ ഫേവറേറ്റ്, ഡാനി പുഞ്ചിരിയോടെ പറഞ്ഞു. പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും എരിവുള്ളതൊന്നും പറ്റില്ല. ബ്രെഡും ജാമും ഒക്കെയാണ് ഇവരുടെ ശീലം. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിൽ ക്ഷമിക്കണം, ഒരു ക്ഷമാപണത്തോടെ ഡാനി പറഞ്ഞു നിർത്തി. നോ പ്രോബ്ലം ഡാനി, ഞാൻ കുറച്ച് ഇറ്റാലിയൻ നൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ബ്രെഡിലേക്ക് മാറാം. ഇച്ചായ, ഇതൊന്ന് നോക്കിക്കോണേ, ഞാൻ അമ്മച്ചിയെ കൂട്ടിക്കൊണ്ട് ഇപ്പോൾ വരാം. അത് പറഞ്ഞുകൊണ്ട് ഡയാന അകത്തേക്ക് വേഗത്തിൽ നടന്നു. ഡാഡി കടയിൽ പോയി, ഇനി വൈകിട്ടേ വരൂ, അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. ഡാനിയുടെ കണ്ണുകൾ ആരെയോ തിരയുന്നത് കണ്ടപ്പോൾ അമൽ പറഞ്ഞു. പതുക്കെ എല്ലാവരും ആഹാരം കഴിച്ചു തുടങ്ങി. മെറി, ഞങ്ങളുടെ ഫുഡ് മോൾക്ക് ഇഷ്ടമായോ? മെറിയുടെ തലയിൽ വാത്സല്യത്തോടെ തലോടിക്കൊണ്ട് അമൽ ചോദിച്ചു. അവൾ ഒരു ചെറിയ പുഞ്ചിരിയോടെ അവനെ നോക്കി തലയാട്ടി. അപ്പോഴേക്കും ഡയാന അമ്മച്ചിയും കൂട്ടി അവിടേക്ക് വന്നിരുന്നു. ആഹാ, കുളിച്ച് സുന്ദരി കുട്ടിയായല്ലോ, നമുക്ക് മാമൻ കഴിച്ചാലോ? അമ്മയെ തനിക്കരികിലെ സീറ്റിലേക്ക് ഇരുത്തി വാത്സല്യത്തോടെ പറയുന്ന അമലിനെ ഡാനി അത്ഭുതത്തോടെ നോക്കി. ഓ സോറി, ഞാൻ പരിചയപ്പെടുത്തിയില്ലല്ലോ, ഇതാണ് എൻ്റെ അമ്മക്കുട്ടി, ഞങ്ങളുടെ എലിസബത്ത് രാജകുമാരി, അമൽ പുഞ്ചിരിയോടെ പറഞ്ഞു. അമ്മച്ചി പതുക്കെ അമേലിയെ നോക്കി വിളിച്ചു. മോളെ,
ഇവിടെ വാ, അമ്മച്ചിയുടെ അടുത്തിരിക്കുക. അവർ പറയുന്നത് മനസ്സിലാകാതെ അമേലിയ അമലിനെ നോക്കി. അമ്മച്ചിയുടെ അടുത്തേക്ക് ഇരിക്കാനാണ് പറയുന്നത്. അമ്മച്ചിക്ക് മോളെ വല്ലാതങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഡയാന അവൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു. അമേലിയ പെട്ടെന്ന് എഴുന്നേറ്റ് അമ്മച്ചിയുടെ അരികിൽ പോയിരുന്നു. അവർ നിറഞ്ഞ സ്നേഹത്തോടെ അമേലിയയെ ചേർത്ത് പിടിച്ചു. എരിവില്ലാത്ത ചോറ് നന്നായി കുഴച്ച് ഓരോ കൊച്ചുരുളകളാക്കി അവർ അവളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. നിറഞ്ഞ കണ്ണുകളോടെ അമൽ ആ കാഴ്ച നോക്കിയിരുന്നു. മറ്റുള്ളവർക്കും അത് പുതിയൊരു അനുഭവമായിരുന്നു. ഭക്ഷണം കഴിഞ്ഞ് ഹാളിൽ വിശ്രമിക്കുമ്പോൾ അമൽ ഒരു പേപ്പർ ഡയാനയ്ക്ക് നേരെ നീട്ടി. ഡയാന, ഈ അഡ്രസ്സ് നിനക്കറിയാമോ? നിന്റെ വീടിൻ്റെ അടുത്തെവിടെയോ ആണെന്ന് തോന്നുന്നു. ഡയാന ആ പേപ്പർ വാങ്ങി സൂക്ഷിച്ചു നോക്കി. ഈ അഡ്രസ്സ് എനിക്കത്ര പരിചയമില്ല. ഞാൻ ആ നാട്ടുകാരിയൊക്കെ ആണെങ്കിലും കൂടുതൽ കാലവും ഹോസ്റ്റലിലായിരുന്നില്ലേ. പക്ഷേ സംഗതി എൻ്റെ വീടിൻ്റെ അടുത്തെവിടെയോ ആണെന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ ഡാഡിക്ക് അറിയാമായിരിക്കും. എന്താ ഇച്ചായ വിശേഷം? അവൾ സംശയത്തോടെ ചോദിച്ചു. ഇവർ കൂടും കുടുക്കയും എടുത്ത് ഇംഗ്ലണ്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നതിന് ചില ലക്ഷ്യങ്ങളുണ്ട്. ഈ അഡ്രസ് തേടിയാണ് ഇവരുടെ വരവ്. നീയൊന്ന് ഡാഡിയെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കാമോ? അമൽ ഗൗരവത്തോടെ ചോദിച്ചു. നമുക്കൊന്ന് അവിടം വരെ പോയിട്ട് വന്നാലോ? ഫോണിൽ വിളിച്ചു ചോദിക്കുന്നതിനേക്കാൾ നല്ലത് നേരിട്ട് പോയി അന്വേഷിക്കുന്നതാ, ഡയാന നിർദ്ദേശിച്ചു. അമൽ ഒന്ന് ചിരിച്ചു. ഒരു വെടിക്ക് രണ്ട് പക്ഷി അല്ലേ? വീട്ടിൽ പോയി അവരെ കാണാനുള്ള നിന്റെ ബുദ്ധി എനിക്ക് മനസ്സിലായി. അതൊക്കെ ഡാഡി വീട്ടിലുള്ളപ്പോൾ മതി. അമ്മച്ചിയെ പണിക്കാരെ മാത്രം ഏൽപ്പിച്ചിട്ട് നമുക്ക് പുറത്തു പോകാൻ പറ്റില്ല. നീ ഒരു കാര്യം ചെയ്യ്, ഡാഡിയോടും മമ്മിയോടും ഒന്ന് ഇങ്ങോട്ട് വരാൻ പറ. ഇന്ന് രാത്രി നമുക്കിവിടെ കൂടാം. എന്നാൽ പിന്നെ അതാ നല്ലത്. അവരും ഇങ്ങോട്ട് വന്നിട്ട് കുറച്ച് ദിവസമായില്ലേ. അത് പറഞ്ഞുകൊണ്ട് അവൾ നമ്പർ ഡയൽ ചെയ്തു. 1 മണിക്കൂറിനുള്ളിൽ അവരിങ്ങെത്തും. അതുവരെ ഞാൻ എൻ്റെ പിള്ളേരെ ഈ വീടൊന്ന് കാണിക്കട്ടെ. ഇച്ചായ, അമ്മച്ചിയെ നോക്കിക്കോണേ. ഫോൺ വെച്ചുകൊണ്ട് ഡയാന തിരക്കിട്ട് പറഞ്ഞു. അവൾ മെറിക്കും അമേലിയയ്ക്ക് നേരെ കൈനീട്ടി. അവർ ആവേശത്തോടെ ചാടി എഴുന്നേറ്റ് ഡയാനയുടെ കൈകളിൽ തൂങ്ങി. അവർ ആദ്യം പോയത് പുറത്തെ തോട്ടത്തിലേക്കായിരുന്നു. വീടിന് ചുറ്റും അതിരുകളില്ലാതെ പരന്നു കിടക്കുന്ന ഏലത്തോട്ടം. വീടിന്റെ ചുറ്റുമതിലുകളിൽ പലതരം പഴവർഗ്ഗങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഇതെന്താ, ഇതും പഴമാണോ? ഇതിന് ഇത്ര വലിപ്പമോ? പച്ച നിറത്തിൽ താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന കൂറ്റൻ ഫലത്തിലേക്ക് വിരൽ ചൂണ്ടി മെറി അത്ഭുതത്തോടെ ചോദിച്ചു. ഇതറിയില്ലേ? ഇതാണ് ജാക്ക് ഫ്രൂട്ട്. ഇത് പഴുത്തതും പച്ചയും ഒക്കെ ഞങ്ങൾ കഴിക്കും. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് തന്നെയാണ്. അമ്മച്ചിക്ക് ചക്കപ്പുഴുക്ക് വലിയ ഇഷ്ടമായതുകൊണ്ടാണ് ഇവിടെ ഇത്രയധികം പ്ലാവുകൾ. ഡയാന അവൾക്കെല്ലാം വിവരിച്ചു കൊടുത്തു. നമുക്ക് ഒരെണ്ണം പൊട്ടിച്ചു കഴിച്ചാലോ? അമേലിയ തിരക്കി. ഇത് പഴുത്തിട്ടില്ല മോളെ. അക്കരെ പറമ്പിൽ നല്ല പഴുത്ത വരിക്ക ചക്കയുണ്ട്. നമുക്ക് പണിക്കാരെ വിട്ട് അത് പറിപ്പിക്കാം. പിന്നെ ഒത്തിരി നേരം വെയിലത്ത് അലയണ്ട. ഇവിടുത്തെ കാലാവസ്ഥ നിങ്ങൾക്ക് പെട്ടെന്ന് പിടിക്കില്ല. അത് പറഞ്ഞുകൊണ്ട് ഡയാന അവരെ അകത്തേക്ക് നയിച്ചു. നിങ്ങൾ ഡോക്ടറാണോ? അമ്മച്ചിക്ക് മരുന്ന് എടുത്തു കൊടുക്കുന്നത് ശ്രദ്ധിച്ചു നിന്ന മെറി ഡയാനോട് ചോദിച്ചു. അയ്യോ, ഞാൻ ഡോക്ടറൊന്നുമല്ല. പക്ഷേ ഞാനൊരു നേഴ്സാണ്. ഈ വീട്ടിലെ മാത്രം നേഴ്സ്. കല്യാണം കഴിഞ്ഞ് വന്നതിൽ പിന്നെ ഞാൻ ജോലിക്ക് പോയിട്ടില്ല. ഡയാന പുഞ്ചിരിയോടെ തന്നെ മറുപടി നൽകി. അമേലിയയ്ക്ക് അതൊരത്ഭുതമായിരുന്നു. അതെന്താ ജോലിക്ക് പോകാത്തത്? പിന്നെ നിങ്ങളുടെ ആവശ്യത്തിനുള്ള പണമൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും? അവൾ ആ അത്ഭുതം മറച്ചു വയ്ക്കാതെ ചോദിച്ചു. മോളെ, ഞാൻ അമലിൻ്റെ ഭാര്യയല്ലേ. എൻ്റെ ആവശ്യങ്ങൾക്കുള്ളതൊക്കെ അവൻ തരും. ഞാനിവിടെ അവൻ്റെ അമ്മച്ചിയെ നോക്കുന്നു. അതാണ് എൻ്റെ ജോലി. അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. ഡയാനയുടെ മറുപടിയിൽ വലിയൊരു സംതൃപ്തി ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കില്ലേ? അമേലിയ വീണ്ടും തിരക്കി. ഒരിക്കലുമില്ല മോളെ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷമേ ആയിട്ടുള്ളൂ. അമ്മയെ നന്നായി നോക്കുന്ന ഒരു പെൺകുട്ടി വേണമെന്ന് മാത്രമായിരുന്നു അവൻ്റെ നിർബന്ധം. അതും ഞാൻ ചെയ്യുന്നു. പകരത്തിന് അവൻ എനിക്ക് സ്നേഹവും തരുന്നു. നമ്മുടെ കൾച്ചറുകൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് മോളെ. ഞാനതൊക്കെ ഒരുപാട് വായിച്ചറിഞ്ഞിട്ടുണ്ട്. അമേലിയ വീണ്ടും എന്തോ ചോദിക്കാൻ തുടങ്ങിയപ്പോഴേക്കും പുറത്തൊരു വാഹനത്തിൻ്റെ ശബ്ദം കേട്ടു. എൻ്റെ പപ്പയും മമ്മിയും വന്നു എന്ന് തോന്നുന്നു. ആവേശത്തോടെ അത് പറഞ്ഞുകൊണ്ട് ഡയാന പുറത്തേക്കോടി. പിന്നെ കുറച്ചു നേരത്തേക്കിന് അവിടെ ആഹ്ലാദ പ്രകടനങ്ങളായിരുന്നു. ഭർത്താവിൻ്റെ വീട്ടിലേക്ക് സ്വന്തം മാതാപിതാക്കൾ എത്തുമ്പോൾ ഏതൊരു പെണ്ണിനും ഉണ്ടാകുന്ന ആ വല്ലാത്ത സന്തോഷം അവളുടെ മുഖത്ത് തങ്ങി നിന്നു. കുറച്ചു നേരത്തേക്കിന് ഡയാന അവരുടെ വെറും ഒരു കൊച്ചുമകളായി മാറുന്നത് ഡാനിയും അത്ഭുതത്തോടെ നോക്കി നിന്നു. വിദേശത്ത് വളർന്ന അവർക്ക് ഇത്തരം വൈകാരികമായ കാഴ്ചകൾ അജ്ഞാതമായിരുന്നു.
കുറച്ചു നേരത്തെ സൗഹൃദ സംഭാഷണങ്ങൾക്ക് ശേഷം പുരുഷന്മാരെ തനിച്ചാക്കി സ്ത്രീകളെല്ലാവരും അകത്തേക്ക് പോയി. ഡാനിയുടെ പപ്പ ടൗൺ സ്കൂളിലെ ഇംഗ്ലീഷ് മാഷാണ് കേട്ടോ, അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഒന്നും വരില്ല, അദ്ദേഹത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് അമൽ പറഞ്ഞു. ഡാനി അദ്ദേഹത്തിന് കൈ കൊടുത്തുകൊണ്ട് മനോഹരമായി പുഞ്ചിരിച്ചു. ഡാഡി, ഈ അഡ്രസ്സ് ഡാഡിക്ക് അറിയാമോ? അദ്ദേഹം ആ അഡ്രസ്സിലേക്ക് കുറച്ചേറെ നേരം നോക്കിയിരുന്നു. പിന്നെ ദീർഘമായി ശ്വാസം വിട്ടുകൊണ്ട് അമലിനെ നോക്കി. അല്ലടാ, ഇപ്പോൾ ആർക്കാ ഈ അഡ്രസ്സിനെ പറ്റി അറിയേണ്ടത്? പശുവും ചത്തു, മോരിലെ പുളിയും പോയി, ഇനിയിപ്പോൾ ഇതന്വേഷിച്ചിട്ട് എന്താ കാര്യം? അദ്ദേഹം അത് പറയുമ്പോൾ അമൽ ഞെട്ടലോടെ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നാൽ കാര്യങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിരുന്നു കൊണ്ട് ഡാനിക്ക് വലിയ ഞെട്ടലൊന്നും തോന്നിയില്ല. മിസ്റ്റർ, അദ്ദേഹത്തിൻ്റെ മകൾ ഒരു മീരയെ അറിയാമോ? ജോസഫ് മാഷിൻ്റെ പേര് കൃത്യമായി അറിയാത്തതുകൊണ്ട് ഡാനി വളരെ വിനയത്തോടെ ചോദിച്ചു. ഡാനി, സോറി, എൻ്റെ പേര് ജോസഫ് എന്നാണ്. അദ്ദേഹം ക്ഷമാപണത്തോടെ ഡാനിക്ക് സ്വയം പരിചയപ്പെടുത്തി. ദ സിഗ്നേച്ചർ ഓഫ് ലവ് മീര തുടരും. അടുത്ത ഭാഗവുമായി ഉടൻ കാണും വരെ ബൈ ബൈ, സ്റ്റേ സേഫ്.